കോഴ ആരോപണത്തിൽപ്പെട്ട എം.കെ. രാഘവനെതിരെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി. എൽ.ഡി.എഫ് കോഴിക്കോട് പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി കൺവീനറും DYFI അഖിലേന്ത്യാ നേതാവുമായ അഡ്വക്കേറ്റ് റിയാസാണ് രാഘവനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകിയിരിക്കുന്നത്. കള്ളപ്പണം ഇടപാടടക്കം എല്ലാം അന്വേഷിക്കണമെന്നും ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നു. എം.കെ. രാഘവൻ നടത്തിയ തിരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെയും നിയമങ്ങളുടെയും ലംഘനത്തെക്കുറിച്ചും രാഘവന്റെ പണമിടപാടുകളെക്കുറിച്ചും അന്വേഷിക്കണമെന്നാണ് പരാതിയിലെ പ്രധാന ആവശ്യം. 2014 പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ആകെ 53 ലക്ഷം രൂപ മാത്രമാണ് രാഘവൻ തിരഞ്ഞെടുപ്പ് ചെലവിനായി കമ്മീഷന് മുൻപാകെ കാണിച്ചത്. എന്നാൽ സ്വകാര്യ ചാനൽ പ്രതിനിധിയോട് 20 കോടി രൂപ ചെലവായെന്ന് പറഞ്ഞതിലൂടെ പണം ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് അട്ടിമറിച്ചെന്ന് സംശയിക്കുന്നതായി പരാതിയിൽ പറയുന്നു. എന്നാൽ എം.കെ. രാഘവനെതിരെ ഉണ്ടായത് തിരഞ്ഞെടുപ്പ് കാലത്ത് ഉയർന്നു വന്ന വില കുറഞ്ഞ ആരോപണങ്ങളായി കണ്ട് അവഗണിക്കാനാണ് UDFന്റെ തീരുമാനം. മാനനഷ്ട കേസ് ഫയൽ ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങൾ UDF തീരുമാനിച്ചിട്ടില്ല. അതേസമയം എം.കെ. രാഘവനെ മണ്ഡലത്തിലെ ജനങ്ങൾക്കറിയാമെന്നും വ്യാജ ആരോപണം ജനങ്ങൾ തള്ളിക്കളയുമെന്നും DCC പ്രസിഡന്റ് T. സിദ്ദിഖ് വ്യക്തമാക്കിയിരുന്നു. ആരോപണങ്ങൾക്ക് പിന്നിൽ കോഴിക്കോട്ടെ CPM നേതൃത്വമാണെന്നും ഒരു മാഫിയ സംഘവുമെന്ന് മണ്ഡലം സ്ഥാനാർത്ഥിയും സിറ്റിംഗ് MPയുമായ എം.കെ. രാഘവൻ പറയുന്നു. ഇവരാണ് ദില്ലിയിൽ നിന്ന് മാധ്യമപ്രവർത്തകരെ കൊണ്ടുവന്നത്. ഇതിന്റെ തെളിവുകൾ ഉടൻ പുറത്തുവിടുമെന്നും CPMന്റെ പരാജയ ഭീതിയാണ് ആരോപണത്തിന് പിന്നിലെന്നും എം.കെ. രാഘവൻ തുറന്നടിക്കുന്നു. തന്റെ ശബ്ദം ഡബ്ബ് ചെയ്തതാണ്. തിരഞ്ഞെടുപ്പ് ചർച്ച ചെയ്തത് പത്രക്കാരാണെന്ന് പറഞ്ഞ് തന്നെ സമീപിച്ചതിനാലാണ്. താൻ ആരോടും പണം ആവശ്യപ്പെട്ടിട്ടില്ല. ചാനലിനെതിരെ മാനനഷ്ട കേസ് നൽകുന്ന കാര്യം ആലോചിക്കും. തന്റെ പാർട്ടിക്കാർക്ക് ഈ ആരോപണത്തിൽ പങ്കില്ല. സംഭവത്തിന് പിന്നിൽ പ്രവർത്തിച്ച മാഫിയ സംഘത്തിന്റെ രാഷ്ട്രീയ ബന്ധം പിന്നീട് വെളിപ്പെടുത്തും. തന്റെ വിജയം ഉറപ്പായതാണ് തന്നെ ഉന്നം വയ്ക്കാൻ കാരണമെന്നും എം.കെ. രാഘവൻ തുറന്നടിക്കുന്നു. ഒരു ഹിന്ദി ചാനലിന്റെ ഒളിക്യാമറ ഓപ്ഷനിലാണ് കോഴിക്കോട്ടെ UDF സ്ഥാനാർത്ഥി എം.കെ. രാഘവൻ കുടുങ്ങിയത്. തിരഞ്ഞെടുപ്പ് ചിലവുകൾക്ക് 5 കോടി രൂപ വാഗ്ദാനം ചെയ്ത സംഘത്തോട് പണം കൈമാറാൻ തന്റെ ഡൽഹി ഓഫീസുമായി ബന്ധപ്പെടാൻ രാഘവൻ ആവശ്യപ്പെടുന്നത് അടക്കമുള്ളവയാണ് ചാനൽ പുറത്തുവിട്ടത്. അതുതന്നെയാണ് UDFനെ ഇപ്പോൾ ഏറെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. തിരഞ്ഞെടുപ്പിന് ഇത് ആയുധമാക്കി പ്രചരണ രംഗത്ത് കൊഴുക്കാനാണ് LDFന്റെ തീരുമാനവും. എന്തായാലും ഇത് LDFന്റെ പരാജയ ഭീതിയുടെ പ്രതിഫലനമാണ്. UDFനെതിരെയുള്ള ഇത്തരം പ്രയോഗങ്ങളെന്ന് എം.കെ. രാഘവൻ ആവർത്തിക്കുമ്പോഴും ഇതിൽ നിയമപരമായി നടപടികൾ വേണമെന്നാണ് എല്ലാ തലങ്ങളിൽ നിന്നും ഉയരുന്ന ആവശ്യവും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.